ഈ കാർഷിക വിളകളെ സംബന്ധിച്ച് കാലാവസ്ഥയുടെ പഠനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മഴയുടെ ലഭ്യത, പിന്നെ ചൂടിൻ്റെ തീവ്രത, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കാർഷിക മേഖലയായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന. അപ്പോൾ നമുക്കിവിടെ പ്രധാനമായിട്ട് മഴയുടെ അളവറിയാനായിട്ട്, ചൂടറിയാനായിട്ട്, കാറ്റിൻ്റെ ദിശയും കാറ്റിൻ്റെ തീവ്രതയൊക്കെ അറിയാനുള്ള ഉപകരണങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും മഴയാണ് നമ്മുടെ കൃഷി പണികളും അല്ലെങ്കിൽ കാർഷിക വിളകളുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഈ മഴയുടെ അളവറിയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് റെയിൻ ഗേജ് എന്ന് പറയും. മഴമാവിനി, മലയാളത്തെ മഴമാവിനി എന്ന് പറയും, ഇംഗ്ലീഷിൽ റെയിൻ ഗേജ് എന്നാണ് പറയുന്നത്. റെയിൻ ഗേജ് അത് അതിൻ്റെ ഉപകരണങ്ങൾ ഇതുപോലെ ഒരു പാത്രമുണ്ട്. ഇതാണ് റെയിൻ ഗേജ് എന്ന് പറയുന്നതായ ഉപകരണം. റെയിൻ ഗേജ് ഇത് മാത്രമല്ല, ഇതോടൊപ്പം ഒരു മെഷറിംഗ് ജാറും കൂടെ. ഇത് മാനുവലാണ്. ഇത് നമ്മൾ മഴയുടെ അളവറിയുന്നത് ഈ പെയ്യുന്നതായ മഴ, ഈ ഭാഗത്ത് വീഴുന്നതായ മഴവെള്ളം ഈ പാത്രത്തിനകത്ത്, ഈ ഫണൽ പോലുള്ള ഈ പാത്രത്തിനകത്തൂടെ താഴത്തെ ഈ പാത്രത്തിൽ ഇവിടെ കളക്ട് ചെയ്യും. ഇതിൽ കളക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് സാധാരണ എല്ലാ ദിവസവും ഒരു സമയത്ത് തന്നെ ആയിരിക്കും എടുക്കുന്നത്. 8:30-ക്കാണെങ്കിൽ 8:30, എല്ലാ ദിവസവും 8:30, 9 മണി, ആ സമയം നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ആ സമയത്ത് വരുമ്പോൾ ഈ പാത്രത്തിലുള്ള വെള്ളം ഈ ജാറിനകത്തേക്ക് അളന്ന് നമ്മൾ ഒഴിക്കും. ഈ ജാർ നോക്കുക, ഈ ജാറിൽ ഇത് 20 മില്ലിമീറ്റർ വരെ അളക്കുവാൻ, ഒരേ സമയം 20 മില്ലിമീറ്റർ വരെ അളക്കുവാനായിട്ട് ഉള്ള അടയാളം ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിനകത്ത് നിന്ന് ഉള്ള വെള്ളം, നമ്മൾ വരുന്ന സമയത്തുള്ള ലഭിക്കുന്ന വെള്ളം ഈ ജാറിനകത്തേക്ക് ഇങ്ങനെ അളക്കും, ഒഴിക്കും. ജാറിനകത്തേക്ക് ഒഴിക്കും. ഞാൻ മുഴുവൻ ഒഴിച്ചില്ല, കാണാൻ വേണ്ടി ചെയ്ത. ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇവിടുത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന അങ്കനം എത്രയാണെന്ന് നമ്മൾ നോക്കും. ഇതിൽ നോക്ക്, ഇതിലിപ്പോൾ എത്രയാണ്? 5 അല്ലേ? അതിനർത്ഥം 5 മില്ലിമീറ്റർ മഴ ഉണ്ടായി, മഴ പെയ്തു. അപ്പോൾ നമ്മളിത് എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയത്ത് നമ്മൾ വന്ന് എടുക്കണം. നമ്മളിവിടെ സാധാരണ 8:30-ക്ക് എടുക്കുന്നത്. ഇന്നലെ 8:30-ക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ 8:30-ക്ക് വരും. ഇന്ന് രാവിലെ 8:30-ക്ക് വന്ന് നമ്മൾ അളന്ന് നോക്കുമ്പോൾ ഇത്രയും വെള്ളം ഇതിനകത്ത് കിട്ടിയെങ്കിൽ അതിനർത്ഥം എന്താ? ഇന്നലെ രാവിലെ 8:30-ക്ക് ശേഷം ഇന്ന് രാവിലെ 8:30 വരെയുള്ള സമയത്തിന് ഇടയ്ക്ക് 24 മണിക്കൂറിനുള്ളിൽ പെയ്ത മഴയുടെ അളവ് 5 മില്ലിമീറ്റർ ആണ്. മനസ്സിലായോ? ഇതിപ്പോ കുറച്ചുകൂടെ കയറി ഇവിടെ 10-ലാണ് വന്ന് നിൽക്കുന്നെങ്കിലോ 10 മില്ലിമീറ്റർ മഴ 24 മണിക്കൂറിനുള്ളിൽ ലഭിക്കും. നമ്മൾ സ്കൂളിൽ ഇങ്ങനെ മറ്റേ കുപ്പിയിൽ അളന്ന് ചെയ്യാറുണ്ട്, ചെറിയ ക്ലാസ്സിൽ. ചെറിയ ക്ലാസ്സിൽ. അപ്പോൾ ഇതാണ് ഞാൻ റെയിൻ ഗേജ്, മഴയുടെ അളവ് നമ്മൾ ഇങ്ങനെയാണ് അറിയുന്നത്. ഇതിപ്പം നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ ഒരെണ്ണം വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതങ്ങനെ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഇതിനകത്ത് ഇത്രയും വെള്ളം വന്നു കേട്ടോ. അറിയുന്നതിനുള്ള ഉപകരണങ്ങളാണ്. എന്താ ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം? എന്താ ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം? തെർമോമീറ്റർ. അതായത് അന്തരീക്ഷ ഊഷ്മാവാണെങ്കിലും മനുഷ്യൻ്റെ ശരീരത്തിൽ ഊഷ്മാവാണെങ്കിലും മൃഗങ്ങളുടെ ശരീരത്തിൽ ഊഷ്മാവാണെങ്കിലും ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം തെർമോമീറ്ററാണ്. മനസ്സിലായോ? ഇവിടെ നമുക്ക് സാധാരണ അളക്കുന്നത് മിനിമം ടെമ്പറേച്ചറും മാക്സിമം ടെമ്പറേച്ചറും നമ്മളിവിടെ റെക്കോർഡ് ചെയ്യാറുണ്ട്. മിനിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ 24 മണിക്കൂറാണ് ഒരു പീരീഡായിട്ട് നമ്മൾ എടുക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ഉണ്ടാകുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയും ഏറ്റവും കൂടിയ താപനിലയും നമ്മൾക്ക് ഇവിടെ അളന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണിത്. ഇതിന് മിനിമം മാക്സിമം തെർമോമീറ്ററാണിത്. മിനിമം ടെമ്പറേച്ചറും ഇതിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, മാക്സിമം ടെമ്പറേച്ചറും റീഡ് ചെയ്യാൻ പറ്റും. നമ്മളിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നോക്കുക, ഇത് ഈ തെർമോമീറ്റർ ഒറ്റ യൂണിറ്റായിട്ട് തന്നെ ഇരിക്കുക. ഈ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത് മിനിമം ടെമ്പറേച്ചറും ഇവിടെ നമുക്ക് മാക്സിമം ടെമ്പറേച്ചറുമാണ് ലഭിക്കുന്നത്. നമുക്കറിയാം, ഈ മെർക്കുറിയുടെ ലെവൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഉയർന്നുകൊണ്ടിരിക്കും അല്ലേ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മെർക്കുറിയുടെ ലെവല് ഉയർന്നുകൊണ്ടേ ഇരിക്കും. മനസ്സിലായോ? ടെമ്പറേച്ചർ കുറയുമ്പോൾ താഴ്ന്നുകൊണ്ടേ ഇരിക്കും. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് മാക്സിമം ടെമ്പറേച്ചർ റീഡ് ചെയ്യുന്നതാണ് ഈ ഭാഗത്ത്. നമ്മളെങ്ങനെ റീഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ മെർക്കുറിയുടെ ലെവൽ ഉയർന്നുകൊണ്ടേ ഇരിക്കും ടെമ്പറേച്ചർ ഉയരുന്നതിനനുസരിച്ച്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇത് മാക്സിമം ടെമ്പറേച്ചർ റീഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇവിടെ ചൂട് കൂടുന്നതിനനുസരിച്ച് ഈ ഭാഗത്തുള്ള മെർക്കുറിയുടെ ലെവൽ ഇങ്ങനെ ഉയർന്നു പോയിട്ട്
ഇത് കണ്ടോ, ഒരു നീല വസ്തു കണ്ടോ, അതിന് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ഇൻഡെക്സ് എന്താ പറയുന്നത്? അപ്പോൾ ഇവിടുത്തെ മെർക്കുറിയുടെ ലെവൽ ഉയരുന്നതിനനുസരിച്ച് ഈ സാധനം ഇങ്ങനെ അങ്ങ് ഉയർന്നു പോകും. ഇവിടെ മെർക്കുറിയുടെ ലെവൽ ഉയരുന്നതനുസരിച്ച് ഇതിൽ മുട്ടിയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഇതങ്ങനെ ഉയർന്നു പോകും. എന്നിട്ട് ഇത് പകൽക്കാലം ഇവിടെ അങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് ചെയ്യും? മെർക്കുറിയുടെ ലെവൽ താഴും. ഈ ഭാഗത്തെ ലെവൽ ഇങ്ങനെ താഴ്ന്നു വരുമ്പോൾ ഈ ഭാഗത്ത് ഉയരാൻ തുടങ്ങും. മനസ്സിലായോ? ഈ ഭാഗത്ത് ഉയരുമ്പോൾ ഇവിടുത്തെ റീഡിങ് എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കിയേ, താഴേക്കാണ്. അപ്പോൾ ഇവിടെ ലെവൽ ഉയരുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റീഡിങ് കുറവാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ റീഡിങ് കുറയുമ്പോൾ, ഇവിടുന്ന് ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇവിടുത്തെ ഈ മെർക്കുറി ലെവൽ താഴ്ന്ന് ഇവിടെ ഉയരാൻ തുടങ്ങുമ്പം ഇതും ഇങ്ങനെ ഉയരും. നമ്മൾ സാധാരണ റെക്കോർഡ് ചെയ്യുന്നത് രാവിലെ വന്നിട്ട് ഇത് റീഡിങ് എടുക്കുന്ന സമയത്ത് വരുമ്പോൾ ഈ ഇൻഡെക്സിൻ്റെ അടിയിലത്തെ ഭാഗം ഉണ്ടല്ലോ, ഇൻഡെക്സിൻ്റെ അടിയിലത്തെ ഭാഗം ഏത് റീഡിംഗ് ആണോ നമ്മൾ കാണിക്കുന്നത് അത് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ ഈ ഭാഗത്ത് ഇൻഡെക്സിൻ്റെ അടിയിലത്തെ ലെവൽ ഇതാ ഇപ്പോൾ നോക്കിയാൽ എത്രയിലാണ് നിൽക്കുന്നത് നോക്കിയാൽ. ഇത് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ, ഇങ്ങനെയല്ല നിൽക്കുന്നത് രാവിലെ. ഇങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണെന്ന് പറയും? 38 വരും. ശരി, 37 പറയും. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എത്രയായിരിക്കും? ഇപ്പോൾ എത്രയാണ് ടെമ്പറേച്ചർ പറയാമോ? ഇപ്പോഴത്തെ കൂടിയ താപനില എത്രയാണ്? ഇപ്പോഴത്തെ താപനില എത്രയാണ്? ഇതിൻ്റെ ഈ റീഡിങ് അനുസരിച്ച് മെർക്കുറിയുടെ റീഡിങ് നോക്കുക, ലെവൽ നോക്കുക. 30.5 വരും അല്ലേ? 30.5 ഇപ്പോഴത്തെ ഇവിടുത്തെ താപനില. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഈ ഇൻഡെക്സിൻ്റെ അടിയിലത്തെ ലെവൽ ഇങ്ങനെ നമ്മൾ കാണുകയാണെങ്കിൽ 37 അല്ലെങ്കിൽ 38 ഡിഗ്രി സെൽഷ്യസ് മാക്സിമം ടെമ്പറേച്ചറും രാത്രിയിലുണ്ടായ ഏറ്റവും കുറഞ്ഞ താപനില എത്രയാ? 17. മനസ്സിലായോ? ഇൻഡെക്സിൻ്റെ അടിയിലത്തെ ലെവലാണ് നമ്മൾ നോക്കേണ്ടത്. 17 ഡിഗ്രി സെൽഷ്യസുമാണ്. അങ്ങനെ നമുക്ക് കിട്ടും. അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഇതൊരു മാഗ്നറ്റാണ്, കാന്തം. ഇത് വെച്ച് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. പിറ്റേ ദിവസം വരുമ്പോൾ ഇതുപോലെ ഇത് മാറി ഇങ്ങനെ ഇൻഡെക്സ് പൊങ്ങി നിൽക്കും. അപ്പോൾ ആ ഇൻഡെക്സിൻ്റെ അടിയിലത്തെ ലെവലിലെ റീഡിങ് നമ്മൾ നോട്ട് ചെയ്യും. ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ഉദ്ദേശം ISRO ആണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ISROയുടെ ഭാരത സർക്കാർ പ്രതിരോധ വകുപ്പിൻ്റെ കീഴിൽ ഉള്ള ISRO സ്ഥാപിച്ചിരിക്കുന്നതാണ്. ഇവിടെ നിന്നുള്ള റീഡിങ്സ്, മഴയുടെ അളവും കാറ്റിൻ്റെ തീവ്രത, മറ്റേ ടെമ്പറേച്ചർ, ഇതെല്ലാം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് സാറ്റലൈറ്റ് വഴി അവരുടെ ISROയുടെ ബാംഗ്ലൂർ ഓഫീസിൽ കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നുള്ള റീഡിങ് നമുക്കും എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഇതിൻ്റെ റെയിൻ ഗേജാണ്. ഈ കാണുന്നത് അത് സൺഷൈൻ റെക്കോർഡറാണ്. ഇത് വെയിലിൻ്റെ തീവ്രത ഈ ഇരിക്കുന്നത് സൺഷൈൻ റെക്കോർഡർ. ഇതിനകത്ത് മാക്സിമം ടെമ്പറേച്ചർ തെർമോമീറ്റർ ഇരിക്കുന്നു. മുകളിൽ കാണുന്നത് അത് അനിമോമീറ്ററും ബാരോമീറ്ററും ഉണ്ട്. ഇതിൻ്റെ ഡയറക്ഷനും ഉണ്ട്. സോളാർ പാനലുണ്ട്. സോളാർ പാനൽ അത് ഈ ബാറ്ററി ഇത് മറ്റേ ട്രാൻസ്മിഷൻ ചെയ്യുന്നതാണല്ലോ സാറ്റലൈറ്റ് വഴി. അപ്പോൾ നമ്മൾ ഇതിന് നമുക്ക് മാനുവലായിട്ട് റീഡിങ് എടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്തെ റീഡിങ് നമുക്ക് കിട്ടുള്ളൂ മാത്രം. ഇപ്പോൾ എയർ ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോറി 30.2. അത് തന്നെയാണ് കണ്ടത്. വ്യത്യാസം വരത്തില്ല. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ ഇതായിട്ട് കിട്ടുമെന്നുള്ളൂ, ഡിജിറ്റലായിട്ട് നമുക്ക് കിട്ടുമല്ലോ. വിൻഡിൻ്റെ ഡയറക്ഷൻ 23-41 ഡിഗ്രി. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. വിൻഡ് ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും. അത് രണ്ടും കൂടെ ഒന്നിച്ച് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ വിൻഡ് സ്പീഡ്, അതിൻ്റെ സെൻസർ ഫെയിലാണ്. റെയിൻഫോൾ 400. ഇതിൽ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് ദിവസത്തെ നമുക്ക് മൈനസ് ചെയ്ത് ഇത് പ്രോഗ്രസീവ് ടോട്ടലായിട്ടാണ് വരുന്നത് റെയിൻഫോൾ. അതിനെ നമ്മൾ ഓരോ ദിവസം എടുക്കണം. ഓരോ ദിവസം എടുത്തിട്ട് മൈനസ് ചെയ്ത് അതാത് ദിവസത്തെ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇന്ന് വരെ 428 മില്ലിമീറ്റർ മഴ ഇതിനകത്ത് ഒരു മാസത്തെ ഉണ്ട്. അല്ല, ആവറേജ് അല്ല, നമ്മൾ ഇന്നലെ എടുക്കണം. ഇന്നിപ്പോൾ ഈ 428 നമ്മൾ റെക്കോർഡ് ചെയ്തു. നാളെ രാവിലെ വരുമ്പോഴത്തേക്ക് 56 ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് നമുക്ക് ഇന്നത്തെ റെയിൻഫോളായിട്ട് എടുക്കാൻ പറ്റും. ഹ്യൂമിഡിറ്റി 69% ആണ്.
അന്തരീക്ഷത്തിലുള്ള ഈർപ്പത്തിൻ്റെ അളവ്, അന്തരീക്ഷ ആർദ്രത, ഹ്യൂമിഡിറ്റി 69%, അറ്റ്മോസ്ഫിയറിക് പ്രഷർ സൺഷൈൻ റെക്കോർഡർ എന്ന് പറഞ്ഞ സാധനം ഇത് ഈ ഇരിക്കുന്നത്, ഇത് അതിൽ നിന്നുള്ള റീഡിങ് 209 വാട്ടാണ്. വാട്ട്. ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ പാവലിൻ്റെയും പയറിൻ്റെയും ചീരയുടെയൊക്കെ വിത്ത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? പാവലിൻ്റെ എങ്ങനെയാണ് എണ്ണ കളറാണ്, ഒരുവിധം മഞ്ഞ കളർ ഒരു വിത്ത് ഇടുന്നത്. അപ്പോൾ ഇത്തരം വിത്തെല്ലാം കണ്ട് മനസ്സിലാക്കി അല്ലേ. ഇനി ഇത് വഴുതന ഉണ്ടോ, വഴുതന തീരെ ചെറുതാണ്. അതുപോലെ തന്നെയാണ് ഈ മുളകിൻ്റെ അരി. വഴുതനയും മുളകുമായിട്ട് ഒരു അല്പം കളർ വ്യത്യാസമുണ്ട്. ആ, വറ്റൽ മുളക്. ഇത് മുകളിൽ ഇരിക്കുന്നതാണ് ഈ മുളകിൻ്റെ അരി, മഞ്ഞ കളർ. താഴെയുള്ളത് വഴുതന. വഴുതന പല വെറൈറ്റി ഉണ്ട്. അതിന്റെ ഇനം ഇനം പറയാം. വഴുതനയുടെ ഇനം പറഞ്ഞാൽ ഒരിച്ചാൻ നീളമുള്ളതാണ്. ഈ കാളക്കൊമ്പൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കൈയുടെ അത്ര നീളമുള്ള അതിപ്പോൾ ഇവിടെ ഇല്ല. അതിന് കേട് കൂടുതലായതുകൊണ്ട് ഇപ്പോൾ ഹരിത എന്ന് പറഞ്ഞ് ഒരിച്ചാൻ നീളത്തിലുള്ള ഹരിത. പിന്നെ ഹരിത എന്ന് പറഞ്ഞാൽ സങ്കര ഇനത്തിൽപ്പെട്ടതാണ്. പുതിയ വെറൈറ്റി ഇറങ്ങിയിരിക്കുന്ന
പിന്നെ ശ്വേത സൂര്യ എന്ന് പറഞ്ഞ 2 വെറൈറ്റിയും കൂടെ ഉണ്ട്. നമ്മൾ ഈ ഉണ്ട വഴുതനയില്ലേ, അത് വെളുത്തതിന് ശ്വേത എന്ന് പറയും. പിന്നെ നീല കളറുള്ളത്, വയലറ്റ് കളറുള്ളത് കത്തിരിക്ക എന്നൊക്കെ പറയുന്നത്, അത് സൂര്യ എന്ന് പറഞ്ഞ സാധനമാണ്. കളറ് വയലറ്റ് കളർ. ഈ മുളക് എന്ത് തരാതിരിക്കും? പല സൈസ് ഉണ്ട്. ഒരു ഞെടുപ്പാല 8 വരെ ഉണ്ടാകുന്നതുണ്ട്. അപ്പം അത് ജ്വാലാമുഖി, ജ്വാലാസഖി, ഉജ്ജ്വല അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ബീൻസ് നമ്മുടെ സാധനമാണ് ബീൻസ്. ഇതേപോലെ തന്നെ പിന്നെ കത്തിപ്പയർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് വെള്ള കളറായിരിക്കും. ഇതേപോലെ കത്തിപ്പയർ, വാളവരപ്പയർ എന്നൊക്കെ പറയും, വാളരി. പിന്നെ നമുക്ക് പച്ചക്കറിക്കകത്ത് ഒരു ചെറിയ കയ്പുള്ള ഒരു ഇതുണ്ടല്ലോ, ഈ സോയാബീൻ അല്ലല്ലോ, നമ്മുടെ അതിൻ്റെ പേര് അമരപ്പയർ. അത് കണ്ടിട്ടില്ലേ? അവിയലിനൊക്കെ ഇടാനാണ് ശകല അന്ന് പറഞ്ഞ പോലെ. അതേപോലെ ശകലം മക്ക് ഇതിനുമുണ്ട്, സോയാബീനുമുണ്ട്. സോയാബീൻ അപ്പോൾ ഇത്രയും ആണ്. പടമില ഉണ്ടല്ലേ, ബട്ടൺ പോലെയുള്ളത്. അത് 2 കളറുണ്ട്, വെള്ളയുണ്ട്, പിന്നെ വയലറ്റ് കളറുള്ളത്. ഇത് നമ്മുടെ ജമന്തി അല്ല, ജമന്തി എന്ന് പറയാൻ കുറച്ചുകൂടെ വ്യത്യാസം. ഇത് തന്നെ ഒത്തിരി പല വെറൈറ്റി ഉണ്ട്, പല കളറിലെ, നീല കളറ്, ചുവന്നത്, വെള്ള, അങ്ങനെയൊക്കെയുള്ള. അത് എങ്ങനെയാണ് അറിയുന്നത്? പൂവുണ്ടായി കഴിയുമ്പോഴേ അറിയാൻ പറ്റും. പിന്നെ ചിലർക്ക് ഇതിൻ്റെ ഈ തൈ കിളുത്ത് വരുമ്പോഴത്തേക്ക് പൂവിന് കളറിന് വ്യത്യാസം അനുസരിച്ച് തണ്ടിന് വ്യത്യാസം വരും. പിന്നെ ഇതായിട്ടുള്ളത് ഇത് ഇതാണ്, 2 കളറുണ്ട് അല്ലേ, നീലയും വെള്ളയും. പിന്നെ ലൈറ്റ് നീല കളറുള്ളതും ഔഷധ മൂല്യം കൂടി ഉള്ളതാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത്. പിന്നെ ബാൾസത്തിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു. ഈ